വയനാട് വടക്കനാട് ഇറങ്ങിയ മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം 7ാം ദിവസവും തുടരുകയാണ്. വള്ളുവാടി മേഖലയിൽ ഇന്നലെ ആന എത്തിയതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു വനം വകുപ്പ്. എന്നാൽ ശ്രമം പരാജയപ്പെട്ടതോടെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും ആനയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇന്നലെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു, പക്ഷേ മയക്കുവെടി വെക്കാനടക്കം സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ദൗത്യം പുരോഗമിക്കുന്നത്? ജിൽസി, ഇന്ന് ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ഇന്നത്തെ ദൗത്യവും വനം വകുപ്പ് ആരംഭിച്ചിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു ആന. എന്നാൽ വൈകിട്ടോടുകൂടി ആന ഉൾവലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വനം വകുപ്പ് ഡ്രോൺ ഉൾപ്പെടെയുള്ള തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആനക്കായുള്ള തിരച്ചിലും നിരീക്ഷണം ഒക്കെ തന്നെ നടത്തുന്നത്. എന്നാൽ ഇന്ന് ആനയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ആനയെ കണ്ടെത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടുക തന്നെയായിരിക്കും വനം വകുപ്പിന് മുമ്പിലുള്ള ഏക ദൗത്യം എന്ന് പറയുന്നത്. കാരണം ഇന്ന് 7 ദിവസം പിന്നിടുകയാണ്. ഈ മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം 7 ദിവസം പിന്നിടുകയാണ്. ഇന്നലെ ഈ മുട്ടിക്കൊമ്പൻ വനമേഖലയിൽ നിന്ന് ഏകദേശം ജനവാസ മേഖലയിൽ വള്ളുവാടിയിലെ പ്രധാന റോഡിലേക്ക് വരെ എത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. പിന്നീടാണ് ഇത് ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊരു വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ആനയാണ്. കാരണം ആ ഭാഗത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും ഈ ആനക്കറിയാം. ഏതൊക്കെ മേഖലയിൽ ഇരുന്നാൽ അല്ലെങ്കിൽ ഈ ആനക്ക് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് എത്താൻ കഴിയാത്ത ഏതൊക്കെ മേഖലയുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ ഈ ആനക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഇപ്പോഴും വിജയിക്കാൻ കഴിയാത്തത്. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമല്ല, ഈ ആനയെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഇതിനൊരു സഞ്ചാരപാത ഒരുക്കേണ്ടതുണ്ട്. 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ മയക്കുവെടി വെച്ചാൽ ഈ ആന ഓടുന്ന ഒരു സാഹചര്യമാണ് പതിവായി നമ്മൾ കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 3 കിലോമീറ്റർ ഈ ആന ഓടുന്ന അത്രയും ദൂരം വനംവകുപ്പിന് ആനയെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് വനംവകുപ്പ് സജ്ജമാക്കിയ വാഹനം ഈ ആനയുടെ അടുത്തെത്തുകയും പിന്നീട് കുങ്കി ആനകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ട് പിന്നെ മുത്തിങ്ങ ആനപ്പന്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നത്. അപ്പോൾ ഈ ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം ഈ ആന ഓടുന്ന ഒരു സഞ്ചാരപാത കൃത്യമായി നിരീക്ഷിക്കാൻ വനംവകുപ്പിന് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ വെടിവെക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ കടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസമായിട്ടും ഈ വനംവകുപ്പിന്റെ ഈ ഒരു മയക്കുവെടി വെച്ച് പിടികൂടുന്ന ദൗത്യം വിജയിക്കാത്തതും. തീർച്ചയായിട്ടും ഒരാഴ്ചയായി മുട്ടിക്കൊമ്പന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ ദൗത്യ സംഘമുള്ളത്. ഇതുവരെ ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും പിന്നീട് ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ദൗത്യം വീണ്ടും തുടരും.